നാല് ഉംറ കഴിഞ്ഞാൽ മുടിയെടുക്കും. ഇതോടുകൂടി ഒരു ഉംറ പൂർത്തിയാവും. ഇത്രോ അഥവാ ഒന്ന് ഇഹ്റാം ചെയ്യും, രണ്ട് തവാഫ്, കഅബയെ 7 തവണ തവാഫ്. അത് കഴിഞ്ഞാൽ സഫാ മർവയ്ക്കിടയിൽ 7 തവണ സഈ. അത് കഴിഞ്ഞാൽ മുടിയെടുക്കും. അപ്പോ അതിനെ ശ്രദ്ധിച്ചു. ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹറമിന്റെ പരിധി ഹറമുണ്ട്. ഹറമിന്റെ പരിധി എന്നാണ് നമ്മൾ ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ ഈ വസ്ത്രം ധരിക്കണം. പറഞ്ഞതുപോലെ ഷോർട്സ്, പിന്നെ മുഖവും മുൻകൈയും മാത്രമേ ഉള്ളൂ. മുഖം മുൻകൈയും ഇഹ്റാം ചെയ്താൽ മറക്കാൻ പാടില്ല. മറക്കാൻ പാടില്ല. അതങ്ങനെയാണ്. അള്ളാന്റെ കഅബയുടെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു മുഖം മറച്ചില്ലാണ്. കഅബയുടെ അടുക്കൽ എത്തുമ്പോൾ മറ്റൊരു വരുന്നില്ല. എല്ലാവരും ശ്രദ്ധ അങ്ങനെ ഇഹ്റാം ചെയ്യുമ്പോൾ സുന്നത്ത് നിസ്കാരം, അതിന് മുമ്പ് കുലിയുണ്ട്. വിശദീകരിച്ചു. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനാവശ്യ സംസാരങ്ങളില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക മാത്രം ചൊല്ലണം. സ്വലാത്തില്ല, ദിക്റില്ല. ഇഹ്റാം ചെയ്താൽ നമ്മളെ തലയിൽ മുടി ശ്രദ്ധിക്കണം. ഇഹ്റാം ചെയ്യുന്നതോടുകൂടിയാണ് ഉംറ ആരംഭിക്കുക. പിന്നെ ഉംറയുടെ അവസാനം എന്താണ്? മുടി എടുക്കലാണ്. ആ മുടി എടുക്കുന്നത് വരെ വേറെ മുടി നമ്മുടെ തലയിൽ നിന്ന് പോകും. മനസ്സിലായോ? സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അത്ര സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കൈമതിലൊക്കെ ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ഒരാൾ മുഖമല്ലെങ്കിൽ ഒരു മുഖം 2 തവാഫ്. നമുക്ക് ഉസ്താദും ഒക്കെ തവാഫ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ. അപ്പൊ 2 തവാഫ് കഴിഞ്ഞാൽ മൂന്നാമത്തെ തവാഫ് നമ്മൾ തുടങ്ങാം. ആ മൂന്നാമത്തെ തവാഫ് തുടങ്ങുമ്പോൾ ഒരാളെ പോകുന്നു. അപ്പോൾ എന്ത് വേണം? ഒരു പോകുന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ചിലപ്പോൾ നമ്മൾ ചുറ്റിക്കാണ്ട് നമുക്ക് എത്ര തവാഫായി ഉണ്ടാവും? 3 ഉണ്ടാവും. പക്ഷെ ഈ വുദു എടുത്ത് വന്ന ആൾക്കാർ പിന്നെ എത്രാമത്തെ തവാഫാ തുടങ്ങുന്നത്? മൂന്നാമത്തെ. അപ്പോൾ എവിടെ നിന്നാണോ മുറിഞ്ഞത് അവിടെ നിന്ന് തന്നെ തവാഫ് തുടരാം. തിരിഞ്ഞോ? മനസ്സിലായോ? എവിടെ നിന്നാണോ വുദു മുറിഞ്ഞത് അവിടെ നിന്ന് തന്നെ തവാഫ് തുടരണം. എന്നിട്ട് 3 മനസ്സിലായോ? പിന്നെ തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗുരുതരമുള്ള ഒരു വിഷയം, ഒരാളെ മൊബൈൽ കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ നമുക്ക് വേറെ ആളെ മൊബൈൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആളെ പൈസ കഴിഞ്ഞാൽ ഒരാളെ സാധനം കൊഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ അവിടെ നിന്ന് ഹെൽപ്പ് നൽകാനും ചെയ്യണം. അവിടെ നിന്ന് ഒരാളെ സാധനം കൊഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. അതൊക്കെ ക്യാമറ നല്ലോണം ശ്രദ്ധിച്ചോണ്ടിരിക്കും. നമ്മൾ അറിയൂടില്ല. ഒരു ദിവസം ഇങ്ങനെ കുക്കി കൊണ്ടുപോകാനാണ്. എൻ്റെ കൂട്ടുകാരുണ്ടോ കഴിച്ചിട്ടായിട്ടില്ല. അള്ളാഹു സലാം താക്കി കൊടുക്കട്ടെ. ആള് ഹാഫിളാണ്, ആള് അമീറാണ്. പടത്തും പോയി ഒരു അറബിന്റെ ബെൽറ്റ് പൊട്ടി കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. നമ്മളെന്ത് അതിങ്ങനെ എടുത്തു. അത് ക്യാമറയിൽ കണ്ടു. അമീറാണ്. ശരിക്കും അമീറ ബെൽറ്റ് എടുത്തതാണ് അല്ല, വേറെ ആൾക്ക് മുന്നത്താൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുക്കും. പക്ഷെ അപ്പുറത്തെ നിയമം അനുസരിച്ച് എടുക്കാൻ പാടില്ല. ഇത്ര ദിവസം അത് മനസ്സിലായോ? ഒരാളെ സാധനം കഴിഞ്ഞാൽ നമ്മളതല്ലേ അങ്ങനെ ഹെൽപ്പ് ചെയ്യലാണ്. താഴ്ത്തെന്തെങ്കിലും കാണും ശരിക്കും കുഞ്ഞെടുക്കണം. ഒരു ക്യാമറ വേണം. അടുത്ത ക്യാമറ ഒക്കെ നമ്മളെ ക്യാമറ പോലെയല്ല, ശരിക്കുമാണ്. നമ്മളൊരു നെതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വരെ ആ നെതല് വരെ അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു വിഷമം വരരുത്. ആ കൂട്ടുകാരൻ നിരപരാധിയാണ്. പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. പെട്ടെന്ന് കുടിച്ചുകൊണ്ടെങ്കിൽ നിരപരാധികൾ തെളിഞ്ഞിട്ടേ പിന്നെ ആയിക്കോളും. അപ്പൊ അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഞങ്ങൾ അപ്പൊ 7 തവാഫ് പൂർത്തിയാണ്. ഇങ്ങനെ പറഞ്ഞു. ഈ അജറുൽ അസ്വദിന്റെയും അജറുൽ അസ്വദ് കഴിഞ്ഞ ഉടനെ കഅബയുടെ വാതില
കഅബന്റെ വാതിലുണ്ടോ? ആ കഅബന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം പ്രാർത്ഥനക്ക് വലിയ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മനസ്സോട് വരക്കാം, നിക്കറങ്ങനെ ചൊല്ലാം. പക്ഷെ ഒറ്റക്കും എന്ത് ചെയ്യാം? ഒറ്റക്കൊക്കെ കൂട്ടായിട്ട് രണ്ടാൾക്കാരും മൂന്നാൾക്കാരൊക്കെ വന്ന് തവാഫ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് അതൊക്കെ ഉപയോഗപ്പെടുത്തും. നിങ്ങൾക്ക് കഅബ തൊടാൻ കൂടിയുണ്ട്, ഹജറുൽ അസ്വദ് നിർത്താൻ കൂടിയുണ്ട്. തവാഫിന്റെ അടിയിൽ പോകാൻ പറ്റുമോ? പറ്റൂല. തവാഫിന്റെ അടിയിൽ പറ്റില്ല. അല്ലാതെ എന്ത് ചെയ്യാം? നമുക്ക് ഒറ്റക്ക് വേണമെങ്കിൽ രാത്രി പോവാം. അല്ലെങ്കിൽ ഒറ്റക്ക് മീൻസ് ഒറ്റക്ക് ഒരാൾ അറിയരുത്. ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലും രണ്ടാൾക്കാരെ മൂന്നാൾക്കാര് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ പോയപ്പോൾ ഹജറുൽ അസ്വദ് ആ തിരക്കിന്റെ അടി കൂടെ മുത്തി നമ്മൾ കടി സ്വീപ്പാക്കി നല്ല തിരക്കേക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഹജറുൽ അസ്വദിന്റെ അവസ്ഥ കൈ ഇങ്ങനെ ഇങ്ങനെ മുത്തിയാലും ഹജറുൽ അസ്വദ് മുത്തിയ കൂടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമ്മി പറയുമ്പോൾ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മള് കഅബ 7 തവണ തവാഫ് ചെയ്തു. 7 തവണ 7 തവണ തവാഫ് കഴിഞ്ഞു. അപ്പൊ എന്താ ചെയ്തു? തവാഫ് കഴിഞ്ഞു. ഇനി നേരെ നമ്മളൊരു സ്ഥലം കാണിച്ചാലും ആ സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും കൂട്ടായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. 2 റക്അത്ത് അല്ലെങ്കിൽ ആ ടൈമിന്റെ തലക്ക് ബഹുമാനം പറയുന്നില്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥന ഉണ്ടാവും. കഅബന്റെ അടുത്ത് നിന്ന് ഒരു കൂട്ടു പ്രാർത്ഥന ഉണ്ടാവും. ആ കൂട്ടു പ്രാർത്ഥന എല്ലാവരും കൊണ്ടത്. കൂട്ടു പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ സംസം വെള്ളം കുടിക്കണം. സംസം വെള്ളം എന്തുദ്ദേശിച്ചിട്ടാണോ കുടിക്കുന്നത്? അതിനാണ് നിന്റെ രോഗം മാറണം, നിന്റെ വേദന മാറണം, നിന്റെ ക്യാൻസർ മാറണം, നിന്റെ ട്യൂമർ മാറണം. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞങ്ങളെ കൂടെ പോകുന്ന ഒരു സഹോദരിക്ക് ട്യൂമറിൽ അൽഹംദുലില്ലാഹ് ഇപ്പോഴേക്ക് നല്ല മാറ്റം. ഒരു പോകുന്ന എങ്ങനെ ഇറങ്ങി? ഒരു ഡേറ്റ് പറഞ്ഞു. എന്ത് ഡേറ്റ്? കാലാവധി. ഡോക്ടർ പറഞ്ഞാണെങ്കിൽ ഇത്രയും കാലങ്ങൾ ഉണ്ടാവുള്ളൂ പറഞ്ഞ സാധനം. അപ്പോൾ അവസാന ആഗ്രഹമാണ് ഭർത്താവ് ഒരു മാസം ഭർത്താവിന്റെ ഭാര്യയുടെ അവസാന ആഗ്രഹം അങ്ങനത്തെ ഒരു ആഗ്രഹത്തെ ഇവിടെ കാര്യം ചെയ്യും. നിങ്ങളും എടുക്കും. കാരണം ഭാര്യൻ്റെ ഒരു ആഗ്രഹമില്ല. ആയിക്കോട്ടെ ഞങ്ങൾ പോരാം. അങ്ങനെ ഒരു പോകുന്നു. ഒരു രണ്ടാളും ഒരുമിച്ച് ചുമറാണ്. വളരെ വിഷമത്തിൽ അൽഹംദുലില്ലാഹ് ആലോചിച്ചോനെ ഇതൊക്കെ ചെറിയ ദ്വാരിക്കേണ്ടത് പോലെ ദ്വാരിക്കുന്നത്. ആ സഹോദരി ഒരു തഹജ്ജുദ് പോലും അവിടെ നിന്ന് നോക്കിയിട്ടില്ല. കഴിഞ്ഞ മാസം വന്നിരിക്കും സംസം കുടിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം വെച്ച് മാറ്റി തരേണ്ടത് ആരാണ്? മാറ്റി തരും. അതല്ലേ പറഞ്ഞത് അതിന് ഫലം ഉണ്ടെന്നില്ല. അപ്പൊ സംസം വെള്ളം കുടിക്കുക. സംസം കുടിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിക്കണം. തണുപ്പില്ലാത്ത വേറെ കുടിച്ചാൽ ഞാൻ നോക്കട്ടെ. ചൂടോടെ തണുത്ത കുടിച്ചു കൊടുക്കും. തണുപ്പില്ലാത്ത കുടിച്ചാൽ തണുപ്പില്ലാത്ത കുടിച്ചാൽ പറയാ മറ്റേ ഇങ്ങനെ ഇതിന് നേരം ഉണ്ടാവും. അപ്പൊ തണുപ്പില്ലാത്ത കുടിച്ചില്ല. അസുഖത്തെ നമ്മൾ പെട്ടെന്ന് കാലാവസ്ഥ മാറില്ലേ? പെട്ടെന്ന് കാലാവസ്ഥ മാറുമ്പോൾ കുഴപ്പമില്ല. മലേഷ്യയിൽ എന്താ തണുപ്പാ ചൂടാ? തണുപ്പാ രണ്ടുണ്ട്. ഇപ്പൊ ഏതാ? ഒരാഴ്ച മഴ, ഒരാഴ്ച സാധാരണ പിന്നെ കുഴപ്പമുണ്ടാവില്ലേ? അപ്പൊ നമ്മള് പെട്ടെന്നൊക്കെ ചെല്ലുമ്പോൾ കാലാവസ്ഥ മാറുമ്പോഴേ പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? തണുപ്പ് പെട്ടെന്ന് പറ്റില്ല. അപ്പൊ പനി. അപ്പൊ അതൊക്കെ വരാക്കെ നമ്മൾ എന്ത് ചെയ്യാം? തണുപ്പില്ലാത്ത കുടിക്കുക. അതാണ് നല്ലത്. രണ്ടും സംസാരം. തണുപ്പില്ലാത്ത കുടിക്കുക. ചൂടോണ്ട് എളുപ്പമുണ്ടാവും. തണുത്ത കുടിച്ചാൽ കുറച്ച് കുടിച്ചാൽ പുതിയിട്ടുള്ളൂ. പക്ഷെ പോയതാണ് പിന്നെന്താ ബാക്കിയുള്ള ദിവസം അങ്ങനെ നമ്മൾ സംസാരം കുടിച്ചു. ഇനി നമ്മൾ എങ്ങോട്ട് ഇറങ്ങണത്? ഇപ്പൊ 2 കാര്യം കഴിഞ്ഞു. ഒന്ന് ഇഹ്റാമും കഴിഞ്ഞു, പിന്നെ തവാഫും കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? വെരി ഗുഡ്. അതിന് നമ്മൾ സഫാ മറവിയിലേക്ക് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫയിൽ നിന്ന് മറവയിൽ നിന്ന് സഫയിലേക്ക് 7 തവണ. അവിടെ ശ്രദ്ധിക്കേണ്ടത്
കഅബ 7 തവണ നമ്മൾ തവാഫ് ചെയ്തപ്പോൾ എവിടുന്നാ തുടങ്ങിയത്? ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കണം? ഹജറുൽ അസ്വദിന്റെ അവിടെ തന്നെ അവസാനിക്കണം. അപ്പോഴേ ഒന്നാവുള്ളൂ. പക്ഷെ സഅയ് അങ്ങനെയല്ല. സഫീന്ന് മർവയിലേക്ക് പോയി, മർവീന്ന് അപ്പുറത്ത് കൂടെ സഫീക്ക് തിരിച്ചു വന്നു. അവരാണ്, മനസ്സിലായോ? പിന്നെ സഫീന്ന് മർവയിലേക്ക് പോയി. എത്രയും 3. പിന്നെ മർവീന്ന് സഫീലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എത്രയും 4. മനസ്സിലായോ? തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുമ്പോൾ 1. പിന്നെ സഫ മർവ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് അവിടെ നിന്നിട്ട് പോയി. മനസ്സിലായോ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3, അവിടെ നിന്നിട്ട് കേട്ടോ. അതാണ് സഅയ്. അങ്ങനെ സഅയും കഴിഞ്ഞു. സഅയ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ മുകളിലേക്ക് നോക്കി കണ്ടില്ലേ? ഇവിടുന്ന് അതുവരെ കടലുകള് ഒരു വെള്ള ലൈറ്റ് കണ്ടില്ലേ? 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 സഅയ് ചെയ്യുമ്പോൾ അവിടുന്ന് അതുവരെ പച്ച ലൈറ്റ്, ഇങ്ങനെ പച്ച ട്യൂബ്, ഇതിനൊക്കെ പച്ച. അതെന്തിനാണ്? അവിടെ എത്തുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം? ഒരു ഓടണ്ടാവും. കുറെ സ്ത്രീകൾ ഓടുന്ന കാണും. സ്ത്രീകൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് നടക്കും, നല്ല ഫാസ്റ്റിൽ നടക്കും. പുരുഷന്മാരെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഓടണം. നമ്മൾ ഓടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഓടണം, ഇങ്ങനെ ഓടണം. അവിടെ എത്തിയപ്പോഴാണ് ഹാജറ ബീവി ഓടിയ സ്ത്രീ. അവിടെ എത്തുമ്പോൾ ഓടണം. പുരുഷന്മാര് ഓടന്നെ വേണം. സ്ത്രീകൾ എന്ത് ചെയ്യണം? ഓടണ്ട. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് നടക്കും. അങ്ങനെ 7 തവണ സഅയ് നമ്മൾ വൃത്തിയാക്കി. അത് കഴിഞ്ഞാൽ സഅയ് കഴിഞ്ഞാൽ ആ ദുആ പറഞ്ഞാൽ പിന്നെ മുടിയെടുക്കലോടുകൂടെ ഒരു മനസ്സിലായോ? മുടിയെടുക്കലോടുകൂടെ ഇനി മുടിയെടുക്കില്ല, അവിടുന്ന് എടുക്കാം. ഞാൻ നമ്മൾ റൂമിലെത്തിയിട്ട് റൂമിൽ എടുക്കാം. പക്ഷെ എന്ത് ചെയ്താൽ മതി? തലേന്ന് മുടിയെടുക്കലിന് മുമ്പ് തട്ടുവരാഞ്ഞാൽ മതി, വേറെ മുടി പോവാഞ്ഞാൽ മതി. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇഹ്റാം ചെയ്താൽ മുടിയെടുക്കുന്നത് വരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റില്ല, സുഗന്ധം പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നല്ല ചൂടല്ലേ, ആണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും തല മറക്കാൻ പാടില്ല. ആണുങ്ങൾ തല മറക്കാൻ പാടില്ല. അപ്പൊ ചൂടോട് നമ്മൾ എന്ത് ചെയ്യും? ചെറുകളിലെ ബാഗ് കൊണ്ട് ഇങ്ങനെ ചൂട് തല കാരണം എന്താ? തല മറക്കാൻ പാടില്ല. തല മറക്കാനേ പാടില്ല. പുരുഷന്മാർ ശ്രദ്ധിക്കട്ടോ, തൊപ്പി ഇടാൻ പാടില്ല. നമ്മള് ഓളത്ത് ഇങ്ങനെ ഇതിടുക, ഓളത്തെ മുണ്ടിടുക. ആ മുണ്ടോടി വെയിൽ കഴിച്ചിലാവാൻ വേണ്ടി നമ്മുടെ തലയിലിടും. ഇടാൻ പറ്റില്ല. അവിടുന്ന് മുടി എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റും, കുഴപ്പമില്ല. മുടി എടുക്കാതെ പറ്റും. മുടി എടുക്കലോടുകൂടി ഉംറ പൂർത്തിയായി. മുടി എടുക്കാതെ അത് തല മറക്കാൻ പറ്റും. മനസ്സിലായോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണോ? അപ്പൊ പുരുഷന്മാരെ മുൻകൈയിൽ ഇതേ പ്രകാരം മുഖം മറയരുത്, ബാക്കിയെല്ലാം മറയരുത്. കാലിന്റെ ഉറ നിർബന്ധമാണ്. കാലിന് ഉറ നിർബന്ധമാണ്. മറ്റെന്താ വെച്ചാൽ നമ്മൾ ഈ കൂട്ടായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഊട് കൊടുക്കാൻ സമയമുണ്ടാവും. കാരണം ഇതിന്റെ ദിക്കറ് കേൾക്കാൻ വേണ്ടി എല്ലാവരും നമ്മളെ ചുറ്റുപറ്റുണ്ടാവും. അപ്പൊ നിങ്ങളെ കാര്യം നമ്മളെ കാര്യം അങ്ങനെ തപ്പിയിട്ട് നമ്മൾ പോയി ഇങ്ങനെ നമുക്ക് തവാഫ് ചെയ്യാൻ നേരം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സോക്സ് ഇട്ടോ. സോക്സ് ഇട്ടാൽ ഞാൻ അറിയാതെ വേറെ പോലെ കാലം തട്ടിയാലും ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. സോക്സ് ഇട്ടുണ്ട് കേട്ടോ. സോക്സ് നിർബന്ധമാണ്. ഞാൻ ആദ്യം കാണാൻ നടക്കുമ്പോൾ എല്ലാവരും കാലം നോക്കും സോക്സ് ഉണ്ടാവും. മറ്റേ എങ്ങനെ ഞാൻ ഉണ്ടാവില്ലേ? മറ്റേ നമ്മളിങ്ങനെ പോയി കൊടുക്കണം. ഇതൊരു തവാഫിന്റെ തീരുമാനം. ഇങ്ങനെ വന്ന് അപ്പൊ ഇതിന് വേറെ ആൾ വന്ന് ബാക്കിൽ കാലിട്ടുണ്ടാവും. അപ്പൊ അതിനും പോയി കയ്യേ അതൊരു ചോദ്യം. കൈ തട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ മതം അനുസരിച്ച് ഒരു അഭിപ്രായം എന്താ പറയുക? നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ട് തൊട്ടാല് ഇങ്ങോട്ട് ഒരാൾ വന്ന് തൊട്ടാല് അതെല്ലായിടത്തും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തവാഫ് ചെയ്യുന്ന തിരക്കിലൊക്കെ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മൾ അറിവില്ലാത്ത ആൾക്കാർ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാരില്ല അവിടെ. അപ്പൊ നമ്മള് അങ്ങോട്ട് പോയി തൊട്ടാല് ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് വന്ന് തൊട്ടാല് പോയില്ല എന്നുള്ള മനസ്സിലായോ? അപ്പൊ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. തിരിഞ്ഞോ?
അങ്ങനെ മുടിയെടുത്ത് 3 ഭാഗത്ത് മുടിയെടുക്കുമ്പോൾ 3 ഭാഗത്ത് 3 ഭാഗത്ത് മുടിയെടുക്കലും സുന്നത്ത്. അങ്ങനെ മുടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഉംറ പൂർത്തിയാകും. ഒന്നാമത്തെ ഉംറ ഒന്നാമത്തെ ഉംറ എല്ലാവരും അവനവന് വേണ്ടി ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പിന്നെ നമ്മളെ ഉമ്മാക്കും പാപ്പാക്കും മരിച്ചോർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നേർച്ചയാക്കിയ ഉംറ ഉണ്ടാവും, നേർച്ചയാക്കിയ ഉംറ ഉണ്ടാവും. അത് ഒരു അങ്ങനെ നീയത്ത് നോക്കിയപ്പോൾ അവർ നിന്നോട് ഓർമ്മപ്പെടുക. അത് ആ നേർച്ചയുടെ നീയത്ത് ഞാൻ വേറെ തന്നെ വെച്ചത്. പിന്നെ നമുക്ക് മരിച്ചുപോയവർക്കൊക്കെ ഉംറ എന്ത് ചെയ്യാം, അതിയെ ചെയ്യാം. ഞാൻ ചെയ്ത ഉമ്മാന്റെ പേര് ഞാൻ എപ്പോഴും ഫസ്റ്റ് ഉംറ ഞാൻ എനിക്ക് ചെയ്യും, രണ്ടാമത്തെ ഉമ്മാക്ക് ചെയ്യും, മരിച്ചുപോയ ഉമ്മാക്ക് അവരെ സ്വന്തമാക്കി. അങ്ങനെ നേർച്ചയാക്കി ഉംറ, ആ നേർച്ചയാക്കി ഉംറ എന്ത് ചെയ്യാം, ആ നേർച്ചന്റെ നീയത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഉംറയുമായി പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ സിയാറത്ത് ഉണ്ടാകും. ആ സിയാറത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം നാളെ നമ്മൾ ഒരുമിച്ച് പോയി അവിടെ ഒരു ക്ലാസ് ഉണ്ടാകും, നേരത്തെ. ആ ക്ലാസ്സിൽ എല്ലാവരും ആ ക്ലാസ്സിൽ നിന്ന് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ സാറേ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറവുകളുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞാലേ പറഞ്ഞാൽ നമ്മളെ താമസം നമ്മളെ പരിഗണിച്ചു ഉണ്ടാകട്ടെ. എന്തുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പനിച്ചു, അസുഖം ഉണ്ടാക്കരുത്, സ്ഥാനത്ത് ഞാൻ എങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ എത്തിയാൽ നമ്മൾ അല്ലെങ്കിൽ ആങ്ങളെ ഒരു കുടുംബം പോലെ അപ്പോൾ എന്തുണ്ടെങ്കിലും ഓർമ്മ കൊടുക്കണം. കഴിക്കണ ഭക്ഷണം അങ്ങനെ താമസിക്കുന്ന സൗകര്യം കുറവുണ്ട്, അല്ലെങ്കിൽ ആ ടാപ്പിൽ വേണ്ടല്ല, ഈ ടാപ്പിൽ വേണ്ടല്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പറയണം. പിന്നെ ബക്കറ്റ് എല്ലാവർക്കും ബക്കറ്റ് നമുക്ക് ചിലപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല, മനസ്സിലായോ? കാരണം നമ്മളിപ്പോൾ എടുക്കുന്നത് നല്ല റൂമാണ്. നല്ല റൂമെന്ന് പറഞ്ഞാൽ മദീനത്ത് മുസ്ത പറഞ്ഞല്ലോ, അത്രയും അടുത്ത് നിന്നൊക്കെ റൂം കിട്ടാനില്ല, അത്രയും അടുത്താണ്. അപ്പോൾ ചില റൂമിൽ നമ്മൾ ഒരു VIP റൂമാണെങ്കിൽ നമ്മുടെ ബക്കറ്റ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ശാലയിലൂടെ അത് നമ്മളതിൽ ആ വെള്ളയിലൂടെ പോയി ഓരോ നാട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നാൽ ചിലപ്പോൾ നമുക്ക് ബക്കറ്റ് കിട്ടും. ബക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തീരുമാനുള്ള സൗകര്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് വലിയ കാര്യം ഉണ്ടാവില്ല, ഇല്ല സൗകര്യം നമ്മൾ കുറച്ച് ദിവസത്തിനല്ല പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. പിന്നെ ഒരുപാട് വന്നാൽ നമ്മൾ കുറച്ച് ത്യാഗം നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ നല്ലോണം ത്യാഗം അങ്ങനെയല്ല വന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു കഷ്ടമില്ലല്ലോ. രാവിലെ സുബയായാലും രാവിലെ സുബയായാലും കറക്റ്റ് നമ്മൾ എഴുതുന്നുണ്ട്. നമ്മൾ കുടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സുബയായിട്ട് ഒക്കെ ഒന്ന് എണീക്കുന്ന രാവിലെ അവിടെ എത്തിയല്ലേ കറക്റ്റ് ടൈമിൽ ചായ കുടിക്കണം. നമുക്കൊരു റൂമിലെന്തോ ബെഡ്റൂമിലൊക്കെ ബാത്റൂം ഉണ്ടാവാൻ പറ്റില്ല അല്ലേ? അവിടെ 3-4 ആളുകളെ നമുക്ക് ഒരു റൂമിലുണ്ടാവും. അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാവും, അതിനനുസരിച്ച് ബെഡ് ഉണ്ടാവും. അപ്പോ ഈ ഒസ്വാസൊക്കെ അവിടെ ഒഴിവാക്കണം കേട്ടോ. ഒസ്വാസിൽ ആൾക്കാരൊക്കെ ഒസ്വാസൊക്കെ ഇവിടെ ഒഴിവാക്കിപ്പോയി കേട്ടോ. ഒസ്വാസൊന്നും വേണ്ട കേട്ടോ. മറ്റേ ഓരിങ്ങനെ ഇങ്ങനെ കാത്തിരിക്കണ്ടേ നിങ്ങളെ പുള്ളി കഴിഞ്ഞാൽ വിശ്വാസമൊക്കെ കൊടുക്കാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. വിശ്വാസം വേണം. നമുക്ക് ഇങ്ങനെ വിശ്വാസം ഇല്ലാതെ നമ്മൾ തോപ്പിക്കുകയാണ്. വിശ്വാസം എന്താ അറിയാലോ? വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാതൊക്കെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതൊക്കെ ഒരു വിശ്വാസം വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ. ഒഴിവാക്കണേ നമ്മൾ തോപ്പിക്കുകയാണ്. നീ പറയുന്നില്ല ഞാൻ നോക്കട്ടെ, വിശ്വാസം.
അപ്പോൾ പരസ്പരം അങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പരസ്പരം ഞാൻ പറഞ്ഞല്ലോ, ഒരു റൂമിൽ 4 ആൾക്കാരാണ് 5 ആൾക്കാരാണ്, ഒരു കുടുംബം പോലെ. നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടായ്മ, ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ എല്ലാവരും ഒരു കുടുംബം പോലെ. നമ്മൾ ഞങ്ങൾ പല ഗ്രൂപ്പിലും പല ഇതിലും പോയിട്ടുണ്ട് സാറേ. ഇതൊരു കുടുംബമായി, വല്ലാത്തൊരു ബന്ധമായിരിക്കും. ഒരു ജ്യേഷ്ഠത്തി, ഒരു അനിയത്തി, അല്ലെങ്കിൽ ഒരു ഉമ്മ മകള്, ഒരു മക്കള്, ഒരു കുടുംബം, അങ്ങനെയാണ് നമ്മൾ. അങ്ങനെയാണ് ഒരാൾക്കൊരു ഭക്ഷണം വന്നാൽ ഇത് വാങ്ങി നോക്കും, അങ്ങനെയല്ല. എന്ത് നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് പരസ്പരം എന്തെങ്കിലും ഭക്ഷണം വേണ്ടി അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഭൂമിയിലെ ജീവിതം. ഈ ഉംറയിലെ നമ്മുടെ ജീവിതം മാറണം എന്ന് പറയണ്ടേ? മാറണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, റബീഉൽ അവ്വൽ പോകുന്നതിലെ ഭാഗ്യം, റമദാനിൽ പോകുന്നതിലെ ഭാഗ്യമാണ്. പക്ഷെ ഈ ബാച്ചിൽ കിട്ടിയ ഭാഗ്യം എന്താ മനസ്സിലായത്? 2 ദിവസം കഴിഞ്ഞ ഒരു വർഷം ആരംഭിക്കണം അല്ലേ? മുഹറം ഒരു പുതിയ വർഷം ആരംഭിക്കണം. ഈ ഒരു കൊല്ലത്തിന്റെ ആരംഭം തന്നെ മദീനത്തേക്കാണ്. ഭാഗ്യമാണല്ലോ, ഭാഗ്യമില്ലേ? ഇതൊരു ഭാഗ്യമാണ്. ഒരു കൊല്ലത്തിന്റെ തുടക്കം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ആയുസിന്റെ ഒരു കൊല്ലത്തിന്റെ തുടക്കം തന്നെ നമ്മൾ പോകുന്നത് മദീനത്തേക്കാണ്. അപ്പൊ ഇതൊരു ഭാഗ്യമാണ്. അതങ്ങനെ കടത്തില്ല കേട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരസ്പരം ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ സ്വഭാവം ഒന്നും നമുക്ക് ഉണ്ടാകും. നമ്മൾ 50 സ്വഭാവം, പരസ്പരം ക്ഷമ, അതുണ്ടോ പരസ്പരം നിങ്ങൾ ദേഷ്യപ്പെടാനൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ പരസ്പരം ഒന്നും പറയുക ദേഷ്യപ്പെടും. പരസ്പരം പൊരുത്തപ്പെട്ടിട്ട് ക്ഷമാശീലന. നമ്മൾ പറയണം, ആ ഉമ്മ എൻ്റെ റൂമിൽ എന്തോ ഒരു സംഭവം, ആ മോളിൻ്റെ റൂമിൽ എന്തോ ഒരു സംഭവം, അങ്ങനെ പരസ്പരം പറയിപ്പിക്കുന്ന രൂപത്തിലാണ്. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? പറയണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് വെള്ളത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ആ ടാപ്പ് തിരിയണില്ല, ബാത്റൂമിലൊക്കെ പൈപ്പ് ശരിയാവുന്നില്ല, അവിടെ നമ്മൾ ക്ഷമിക്കാനാ പറഞ്ഞാൽ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞാൽ അപ്പൊക്കെ ക്ലിയർ ആക്കും. അപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഓരോട് പറയും. നമുക്കിപ്പോ എല്ലാ റൂമിലും കയറിയിട്ട് ബാത്റൂമിൽ വെള്ളം വരുന്നുണ്ടോ, അവിടെ വെള്ളം വരുന്നുണ്ടോ ഒക്കെ പറ്റുമോ? അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ അപ്പൊ ഓർമ്മപ്പെടുത്താം, അതിന്റെ പരിഹാരമാവും. ഈ 14 ദിവസം നല്ല സന്തോഷത്തിനുമായി പോയി വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ കൂടെ ഉംറയ്ക്ക് പോകുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉംറയ്ക്ക് പോകുന്ന മരിച്ചു പോയവർക്ക് അള്ളാഹു അവരുടെ സ്വർഗത്തിന്റെ പുത്രമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് A to Z എല്ലാവരും കൂടെ ഉംറക്കും മറ്റു കർമ്മങ്ങളും ഉണ്ടാകും. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉണ്ടോ? ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ അടി എന്ന് പറഞ്ഞാൽ മുരട്ടെടുക്കും പറ്റും. അത് 3 ഭാഗത്തു നിന്നാകാം. ഉണ്ടോ? 3 ഭാഗത്തു നിന്നാകാം. കൈമത അത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരനുവാദം വാങ്ങണം. ഒരനുവാദത്തോട് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം? നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താക്കന്മാർക്ക് പ്രശ്നമൊന്നുമില്ല, ഭർത്താവിന് വേണ്ടി ചെയ്യാൻ അത് പറ്റൂല. നമ്മളെ വീട്ടില് വല്യമ്മ സുഖമില്ലാതെ കിടക്കുന്നത്, ആ വല്യമ്മക്ക് ഒരിക്കലും അങ്ങോട്ട് പോരാൻ സാധ്യത. കാരണം കഴിയൂല, ലൈറ്റ് കയറാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ബോധമൊന്നുമില്ലാതെ സംസാരിക്കാനും ചെയ്യാൻ. അപ്പൊ ഒരു നിരക്കും ശിഫ പ്രതീക്ഷയില്ലെങ്കിൽ ഓരോട് പറയാം, ഇതൊക്കെ മടിയാവും, ഉംറ ചെയ്തുകൊണ്ടോ അങ്ങനത്തെ വേണ്ടി അല്ല. ഒരു നിരക്കും ചെറുതായിട്ട് അവിടെ എത്തും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ
ഞാൻ ആ വസിയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉംറ ചെയ്യും. അങ്ങനെ ഒരാൾ വസിയത്ത് അപ്പൊ ഞങ്ങൾ അവിടുത്തെ നിയന്ത്രിക്കുമ്പോൾ അങ്ങനെ ആ രൂപത്തിൽ നിയന്ത്രിക്കും. ഉസ്താദ് പറഞ്ഞാൽ ആ രൂപത്തിൽ നിയന്ത്രിക്കും. മനസ്സിലായോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുടുംബത്തിലെ 10 ആളുകൾ നമ്മളെ കൂടെ പോകുന്നുണ്ട്. അള്ളാഹു പോയിട്ട് ബർക്കത്ത്. എവിടെയാണ്? വടകര അല്ലേ? വടകര ബാലുശ്ശേരി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അല്ല, കഴിഞ്ഞ പ്രാവശ്യം മജീദ്ക്കാരൻ ഒരു കുടുംബം പോയി. എല്ലാവർക്കും നമ്മളൊരു ഉംറ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? വേറെ ഏത് ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിയില്ല, ആ നാട്ടിലെയും ആ മഹലിലത്തെ ആൾക്കാരെ നമ്മൾ അങ്ങനെ പല വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപിൽ നിന്ന് ആളുകൾ ബാംഗ്ലൂരിൽ മലേഷ്യക്കാരാണ്, അങ്ങനെ പല നാട്ടിൽ നിന്ന്. അതാ പറഞ്ഞത്, നമ്മുടെ കൈകോത്തിന് ഒരു കുടുംബം, ഈ ബന്ധം സ്വർഗത്തിലേക്ക് ഒരു ബന്ധമായിട്ട് അപ്പൊ ഇനി തീരെ നടന്ന് നമ്മുടെ കൂടെ ഉംറ ചെയ്യാൻ തീരെ നടക്കാൻ കഴിയാത്ത ആളുകൾ തീരെ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? വീൽ ചെയർ, അതായത് പതുക്കെ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പതുക്കെ നടന്നിട്ട് ഉംറക്ക് പരമാവധി കൂടെ പതുക്കെ നടന്നിട്ട് എത്ര സ്ലോക്കിൽ നടന്നാലും വേണ്ടില്ല നിങ്ങൾ വന്നിട്ടേ ഞങ്ങൾ പോകും. പിന്നെ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, തവാഫ് എന്ന് പറഞ്ഞാല് അത് അവനമ്മ വൃത്തിയാക്കേണ്ട ഒരു സംഗതിയാണ്. തവാഫ് ചെയ്യുമ്പോൾ ഒരാൾ മുഖം മുറിഞ്ഞു പോയാൽ ഒരു ഒളിട്ട് വരാൻ നല്ല പുസ്തകം കാത്തിക്കാൻ പറ്റില്ല. തവാഫിന്റെ വിഷയം, തവാഫിന്റെ കർമ്മം എങ്ങനെയാണ്? അപ്പൊ ഒരാൾ പതുക്കെ നടക്കുന്നുള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾ പതുക്കെ നടത്തുന്നാ മതി. അവിടെ ഞങ്ങൾ തവാഫ് പൂർത്തിയാക്കി അവിടെ ഉണ്ടാവും. നിങ്ങൾ പതുക്കെ തവാഫ് പൂർത്തിയാക്കുന്ന തവാഫിന്റെ വിഷയം. കാരണം തവാഫ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവിടെ ഇവിടെ നിൽക്കാൻ പറ്റിയ സംഗതിയല്ല. അത് മുഖം മുറിഞ്ഞാൽ പിന്നെ പോയി ബുദ്ധിമുട്ടുകയാണ്. തവാഫ് കഴിഞ്ഞാൽ നമ്മളോട് വെയിറ്റ് ചെയ്യും. നിങ്ങൾ പതുക്കെ നടന്നു വന്നാൽ മതി. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അത് കടന്നേരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, പതുക്കെ നടക്കാനേ കഴിയുന്നതിന് പതുക്കെ നടന്നാൽ മതി. കാത്തുപോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നടന്ന് കഴിയും. അതാ പറഞ്ഞത്, നമ്മളില് എല്ലാവരും ഒരുപോലെ ആവണം. ചിലവര് നല്ല പെട്ടെന്ന് നമ്മൾ ഒരു തവാഫ് ചെയ്യുമ്പോൾ 2 തവാഫ് ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റില്ല കൂട്ടത്തിലുണ്ട്. നമ്മളെല്ലാവരും എല്ലാവരും പരിഗണിച്ചിട്ട് എല്ലാവരും ഒരു അമീറും മുന്നിലുണ്ടോ, ആ അമീറിന്റെ മുന്നിലാണ് പോകണം. അത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതെപ്പോഴും ശ്രദ്ധിക്കണം. തവാഫ് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരു അമീർ മുന്നിൽ ആ അമീറിന്റെ ബാക്കിലാക്കി അതാണ്. നമുക്ക് ഒരു 10 കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ തവാഫ് കഴിഞ്ഞ സംഘങ്ങളെ കുറിച്ച് പോയി. പിന്നെ എപ്പോഴാണെങ്കിലും മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും ഹറമിലേക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് ഇറങ്ങി 1 2 ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഹറമ് പരമാവധി ഉള്ളത് തോക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ടാവും, ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഇല്ലെങ്കിൽ ക്ലാസ് പറഞ്ഞു തരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, തീരെ നടക്കാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ വീൽ ചെയർ ഉപയോഗിക്കും. പക്ഷെ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആരെയും പോരുന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാരും വീൽ ചെയർ തരണം. അല്ല എന്നെങ്കിൽ നമ്മൾ വീൽ ചെയറിലാണ് പോകുന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് കയ്യിൽ കേട്ടോ. അവിടെ കൊടുക്കാനുള്ള ക്യാഷ് അവിടെ വീൽ ചെയർ അതിനായിട്ട് ആളുകളുണ്ട്. നമ്മുടെ റൂമിൽ വരും, നമ്മളെ കൂടെ തന്നെ പോലും. എന്നിട്ടോ വീൽ ചെയറിൽ തവാഫ് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടത്തിലല്ല തവാഫ്, ഒരു മേലെ തവാഫ്. കാരണം കൂട്ടത്തിൽ തവാഫ് ചെയ്യാൻ പറ്റൂലല്ലോ. വീൽ ചെയർ മേലെ വീൽ ചെയർ പോകാനായിട്ട് ആ വീൽ ചെയർ തവാഫ് കഴിഞ്ഞാൽ വായിക്കുമ്പോഴൊക്കെ ഒരുമിച്ചാണ് ചെയ്യുമ്പോൾ എപ്പോഴും വില കൂട്ടിയിട്ടുണ്ടാകും. ഇനി ഡോക്ടർ എല്ലാം ബാക്കി കാര്യങ്ങളിലേക്ക് കഴിക്കണം. മരുന്നിന്റെ കാര്യം സംശയം ചോദിക്കാണ്ട് ഗുളിക കൊണ്ടാവാൻ പറ്റുമോ പറ്റില്ല. പിന്നെ 4 ഉണ്ട നമ്മൾ കമ്പനി 4 പിന്നെ ബാക്കിയുള്ള ഓരോ ദിവസവും
ബാക്കിയുള്ള 4 ദിവസത്തെ 3 ഉംറയാണ് ഇവരെ കമ്പനി കൊടുക്കുന്നത്. നമ്മളെ ട്രാവൽസ് എടുത്ത് 4 ഉംറ കണ്ടിട്ടുണ്ട്. 4 ഉംറ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉംറക്ക് 5-10 റിയാൽ നമ്മുടെ കയ്യിൽ കരുതി. പിന്നെ അവിടുന്ന് ഈത്തപ്പഴൊക്കെ കൊണ്ടവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈത്തപ്പഴങ്ങൾക്ക് പോലെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ മക്കൾക്ക് അല്ലേ? വേറെ കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? അതിനില്ല കാശും കയ്യിൽ കിട്ടും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ട്രാവൽസിന്റെ നാട്ടിലത്തെ പൈസ ഇവിടുന്ന് മാറും കേട്ടോ. ഇവിടെ തന്നെ മാറിക്കില്ല. അവിടെ മാറാത്തില്ലത്. അവിടെ മാറുമ്പോൾ ചിലപ്പോൾ 1 രൂപയൊക്കെ കുറവ്. പിന്നെ വാങ്ങുമ്പോൾ പറഞ്ഞല്ലോ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ പാടില്ല. അതായത് സാധനങ്ങളോടോ വേണ്ടപ്പെട്ടവരോടോ ചോദിച്ചിട്ട് വാങ്ങാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങണം, ഇതിനെത്ര ഓരോ റിയാല് അവിടുത്തെ ഉറപ്പ് നാട്ടിൽ എത്രയാണ്? 4 ഉറുപ്പ്യാണ്, 25 ഉറുപ്പ്യാണ്. അപ്പോൾ ചോദിച്ചിട്ട് വാങ്ങാം. ഏത് സാധനം വാങ്ങാം, എങ്ങനെ സാധനം എടുത്തോണ്ടൊരു പുസ്തകം വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കൊടുക്കണം. ചോദിച്ചിട്ടേ മനസ്സിലായല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിശ്വസ്ത പറയട്ടെ, ശ്രദ്ധിച്ചു. നിങ്ങളവിടെ പോകുമ്പോൾ എപ്പോഴും മക്കൾ നോക്കണം. അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ മരുക്കളുണ്ടാവും, അല്ലെങ്കിൽ കുടുംബക്കാരുണ്ടാവും, അല്ലെങ്കിൽ അയലോക്കക്കാരുണ്ടാവും. അവരൊക്കെ നിങ്ങളെ കാണാൻ ചിലപ്പോൾ വരും. പക്ഷെ ആര് വരികയാണെങ്കിലും ആരെ കൂടെ പോവുകയാണെങ്കിലും ഇന്നോട് പറയാതെ ഒരാളും പാടില്ല. നിന്നോട് പറയാതെ അവിടെ ഒരാൾ പോകാൻ പാടില്ല. മനസ്സിലായി? ഒരു നില റൂമിലേക്ക് ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാരെ, ചിലപ്പോൾ നിങ്ങളെ മക്കളെ റൂമിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ പുറമിൻ്റെ സംസാരിക്കും. ഞാൻ പറഞ്ഞ ഭക്ഷണം അതങ്ങനെയാണ് അതിൻ്റെ. കാരണം റൂമിൽ എവിടെ മാത്രമല്ല, റൂമിൽ വേറെ കൂടെ സ്ത്രീകളുണ്ടാവും. റൂമിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചോളൂ. ഇനിയിപ്പോൾ മകൻ്റെ കൂടെ പുറത്തു പോകാം, മകൻ്റെ കൂടെ ഒന്ന് പർച്ചേസിങ്ങിന് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നോട് പറഞ്ഞിട്ട് പോകാം. ഞാൻ എപ്പോഴും ഇതിങ്ങനെ എണ്ണയും കൊണ്ട് അങ്ങനെ ഒരു ഓരോരുത്തർ എണ്ണയും കൊണ്ട് ഒരു തലയില്ലാതെ ഉണ്ടാവും സംശയം. അപ്പോൾ ഒരാളവിടെ പോയി പെട്ടെന്ന് നിങ്ങൾ നാട്ടിൽ നിന്ന് കോള് വന്നാൽ എൻ്റെ കുളത്തിനെല്ലാം കുറിച്ച് ഞങ്ങളെ രണ്ടാളെല്ലാം കുറിച്ച്. അപ്പോൾ അവിടെ ഉസ്താദ് അവിടെ അറിയില്ല, ഉസ്താദ് എൻ്റെ വന്ന് കിട്ടാം. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ആരെയും കൂടെ പുറത്തുനിന്ന് പോകുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടല്ലാതെ ചെയ്തു ചെയ്യട്ടെ. അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തീരുമാനിച്ചത് ആ പകലില്ലാതെ പാസ്പോർട്ട് വിളിച്ച് നിർത്തി പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പച്ചി അള്ളാഹു കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ. പിന്നെ തുടക്കം മുതൽ നമ്മുടെ ഇവിടെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് നല്ല സന്തോഷത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമുക്ക് ട്രാവൽസിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ ജോബർക്ക് ഏത് വിഷയം പറഞ്ഞാലും ഒപ്പത്തിനൊപ്പം നിന്നിട്ട് നമ്മളെ കൂടെ എല്ലാത്തിനും നമ്മളെന്താണ് ആവശ്യം പറയുന്നത് ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാറുണ്ട്. ജോബർക്കാൻ്റെ ആവശ്യം വളരെ ഭംഗിയായിട്ട് ഇതുവരെ ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളത് പറഞ്ഞല്ലോ എന്നുള്ളതിൽ ആ ഭക്ഷണമാണ്, ആ ഭക്ഷണത്തിൻ്റെ ആൾക്കാരെ തന്നെ അത്രയും അല്ലാതെ അതിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താണോ മാജിമാർക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളവിടെ പറഞ്ഞു. അപ്പത്തപ്പൊക്കെ പതിനാല് വിളിച്ച് അവിടെ ആദ്യമായിട്ട് അവർക്കൊക്കെ ഏത് കൊടുക്കട്ടെ. എല്ലാവർക്കും നാക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തട്ടം ഇവിടെ നിന്ന് എല്ലാവർക്കും തട്ടം നമ്മളെ തട്ടം മഞ്ഞ തട്ടം തലയിൽ ഇട്ടിട്ട് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടെയും ഒറ്റപ്പെടാതിരിക്കട്ടെ. അതൊക്കെ കൊടുവില്ല. അഥവാ ഇവിടെ കഴിഞ്ഞാൽ ഈ മഞ്ഞ തട്ടത്തിനെ നമുക്ക് പിടിച്ചാൽ മതി. ആ നമ്മളെ മഞ്ഞ തോന്നുന്നു പോലെ പെട്ടെന്ന് വിട്ടു തട്ടടാതെ ഒരാളോ ഒന്നും പുറത്തിറങ്ങി മഞ്ഞത്തക്കടാതെ ഒരാളും പുറത്തിറങ്ങി. മനസ്സിലായോ? ചിലപ്പോൾ എല്ലാവരും കത്തേക്കണം. ബാക്കിയുള്ളവരൊക്കെ ആ കൂട്ടത്തോടെ ഞങ്ങളോട് പോയാൽ നിങ്ങൾ ഏത് പോയാലും നമുക്കറിയില്ല. മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുന്നു.
ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. കുറേ പ്രയാസങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഉംറ അങ്ങോട്ട് പോയി വരുമ്പോൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ റാഹത്താക്കി തരണമല്ല, നീ റാഹത്താക്കി തരണമല്ല, നീ റാഹത്താക്കി തരണമല്ല. ദൂരത്ത് നിങ്ങൾക്ക് വരാൻ കഴിയാതെ ഓൺലൈനിലൂടെ ഉംറ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനിൽ കേൾക്കുന്ന ആളുകളോട് സ്ഥലം പറയാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിലൂടെ എഴുതി വിട്ടോളി, അതിന് പരിഹാരങ്ങളൊന്നും പറഞ്ഞു തരും. ബാക്കി കാര്യങ്ങൾ നമ്മുടെ യാത്രയുടെ പോക്ക് കാര്യങ്ങൾ, മരുന്നിൻ്റെ കാര്യങ്ങൾ, ബാക്കി ഉംറയുടെ കാര്യങ്ങൾ ഒക്കെ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യാത്രയുടെ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ യാത്ര വരുന്ന 10-ാം തീയതി വൈകുന്നേരം ആണ് എല്ലാവരും എയർപോർട്ടിൽ എത്തേണ്ടത്. എയർപോർട്ടിൽ എത്തേണ്ട സമയം വൈകുന്നേരം 4 മണിക്കാണ്. വൈകുന്നേരം 4 മണിക്ക് അസറിന്റെ സമയത്ത് 4 മണിക്കാണ് എയർപോർട്ടിൽ എത്തേണ്ടത്. എത്തേണ്ട സ്ഥലം കോഴിക്കോട് എയർപോർട്ട് 21-ാം നമ്പർ തൂണിൻ്റെ സ്ഥലം മനസ്സിലാകും. 21-ാം നമ്പർ തൂണ്, സമയം 4 മണി. അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? എങ്ങനെ കേൾക്കുന്നില്ല? ഗ്രൂപ്പ് സമയങ്ങൾ വിടും, വിഷയങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത്, യാത്രക്ക് ഒരു നേരത്തെ ഭക്ഷണം കയ്യിൽ കരുതണം. കേടുവരാത്ത ഒരു നേരത്തെ ഭക്ഷണം കയ്യിൽ കരുതുക. ഇൻഷാ അല്ലാഹ് നമ്മള് നേരെ മദീനത്തേക്കാണ്. 12:30 മണിയാകുമ്പോൾ ജിദ്ദയിൽ ഇറങ്ങും. അപ്പൊ അവിടെ ഒരു ആളുകൾക്ക് കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ 12:30 മണിക്ക് ജിദ്ദയിൽ ഇറങ്ങും. ആ സമയത്ത് ജിദ്ദ എയർപോർട്ടിലേക്ക് വരിക. നേരെ മദീനയിലേക്കാണ് നമ്മൾ യാത്ര. 8:10 കോഴിക്കോട് നിർത്തുക. 4 മണി കറക്റ്റിന് എത്തണം. സാധാരണ പോകുന്ന രീതിയല്ല. ഉംറക്കാർക്ക് 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. അത് നിർബന്ധമാണ്. ഓക്കെ. രണ്ടാമത്തേത്, നിങ്ങളെ റിയാല് പിന്നെ ആവശ്യത്തിനുള്ള റിയാല് കയ്യിൽ വെക്കുന്നത് ഇവിടുന്ന് തന്നെ മാറിയിട്ട് കയ്യിൽ കരുതുക. ഇവിടെയുള്ള ഗൾഫ് ബസാർ അതൊന്നും മണി എക്സ്ചേഞ്ചിലൊക്കെ പോയാൽ എന്താ പൈസ മാറി കിട്ടും. ഇവിടുന്ന് മാറുന്ന നേരം ഒരു റിയാലിന് ഏകദേശം 23 റുപ്യ കൊടുത്താൽ മതിയാവും. അത് നമ്മളിപ്പോൾ അവിടെ എത്തി മൊത്തത്തും അതിൻ്റെ മാറുന്ന നേരം ഏകദേശം 27-26 റുപ്യ വരും. ഇപ്പൊ കയ്യിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കുക, ഇവിടുന്ന് മാറിയിട്ട് കയ്യിൽ വെക്കുക. ഏകദേശം നമുക്ക് ഇബാദത്ത് സംബന്ധമായിട്ട് ഈ പറഞ്ഞ 4 ഉംറ കഴിഞ്ഞതിന് ശേഷമുള്ള ഉംറ, അതുപോലെ തന്നെ സ്വന്തം ഈ പറഞ്ഞ സംഘടനയ്ക്ക് ഒന്നായിട്ട് ഒരു 100 റിയാലോളം ഞങ്ങൾ ചെലവ് വരും. തായിഫ്, ഹുദൈബിയ, തമീമിക്കൊക്കെ എക്സ്ട്രാ പോകുന്നതിനുള്ള ചെലവെടുക്കും. ഒരു 100 റിയാലോളം ഞങ്ങൾ കയ്യിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾ എത്ര റുപ്യയുടെ സാധനം വാങ്ങുന്നുണ്ടോ, കാരൊക്കെ എത്ര തവണ വേണോ, അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പൈസ കയ്യിൽ കയറും. ഏകദേശം ശരാശരി ഒരാൾക്കൊരു നമുക്ക് സാധനം വാങ്ങാണെങ്കിൽ നേരത്തെ പുസ്തകം പറഞ്ഞു നിങ്ങള് സാധനം കണ്ടാൽ പറയണമെന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ ഒരു റിയാല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ 24 റുപ്യ അല്ലെങ്കിൽ 25 റുപ്യാണ്. ഒരു ലെക്സി പെന്നിന് ഇവിടെ 5 റുപ്യാണ്. അവിടെ റിയാലാണ് പെന്നിന് വരിക. ഇവിടുന്ന് വാങ്ങാൻ 5 എണ്ണം വാങ്ങാം. അങ്ങനെ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സാധാരണ അമീർമാരും ഉസ്താമാരും താക്കൂല അങ്ങനെ പണിയില്ല. നിങ്ങളെ സാധനം വാങ്ങിക്കോളെന്ന് പറയും. ഉസ്താദിനിപ്പോ അത് എന്താണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ കൂടി തന്നെ പറഞ്ഞാൽ ഒന്നിലും നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. സാധാരണ ഇപ്പൊ അമീർമാരങ്ങൾ പല ഗ്രൂപ്പിലും പല ആൾക്കാരും പോയിട്ടുണ്ട്. അവരോടൊന്നും പറയുന്നത് എന്തോ സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കേണ്ടത് വരികയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ലഗേജ് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 25 കിലോനാണ് ഒരാൾക്ക് അലോട്ട് ഉള്ളത്.
അതിൽ കൂടുതൽ ലഗേജ് ഉണ്ടാവരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം 20 കിലോനെ എന്റെ കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല, 20 കിലോനെ എടുക്കേണ്ടി വരും. കാരണം ഇവിടെ നാട്ടെത്തി ഉസ്താദ് കൊടുത്തതിലുള്ള ജോലി ഉസ്താദ് കൊടുത്തത് ഞാൻ പിടിച്ചെത്തും. ഉസ്താദ് ചെയ്യേണ്ടതിരിക്കും. കാരണം അറിയോ, ഉസ്താദുങ്ങൾ ഒരാളത് എടുക്കുന്നതിന് ബാക്കിയുള്ള 56 ചേർക്കണ്ടേ. അപ്പൊ എന്താക്കുക, അവനവനെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ മാത്രം ലഗേജിൽ തിരിച്ചു കൊണ്ടുപോകണേരും അങ്ങോട്ട് കൊണ്ടുപോകാനും. കാരണം 50 ആളെ ലഗേജ് എടുത്താൽ പിന്നെ ക്ലാസ് എടുക്കുന്ന ക്ലാസ് എടുക്കാൻ കഴിയും. അപ്പൊ അവനെ കഴിയുന്ന സാധനങ്ങൾ മാത്രം എടുത്തു വെക്കാം. വേറെ പിന്നെ നമ്മുടെ ലഗേജിന്റെ വിഷയത്തിൽ നിങ്ങളിപ്പം ചോദിച്ചു പൊന്നിന്റെ വിഷയം, കഴിയുന്നതും ഊരി വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഊരി വെക്കുക. കാരണം കസ്റ്റംസ് ചിലപ്പോൾ തിരിച്ചു വരുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ആരെന്ത് തന്നാലും നിങ്ങൾ വാങ്ങാറുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മുസല്ല തരും, പിന്നെ എന്റെ പുരയെ കൊടുക്കാൻ പറഞ്ഞ് ഞാനൊരു പൊതി തരും. ആ ഒരു സംവിധാനം എന്തായിരുന്നു ആരും സ്വീകരിക്കാതെ തുറന്നു പറയാം. പിന്നെ ട്രാവൽസിന്റെ ആള് പറഞ്ഞിട്ട് ആർക്കും ഒരു സാധനം വാങ്ങാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എയർപോർട്ടിൽ നിന്ന് അഥവാ നിങ്ങൾ ബുദ്ധിമുട്ടായി പിടിച്ചാൽ ബാക്കി എല്ലാവരും ഞങ്ങൾ ഇതാക്കും, പുറത്തേക്കാക്കും. അവിടെ നിൽക്കുന്ന ആള് സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് ഉണ്ടാകുക. അതായത് ഗ്രൂപ്പിനോ അറിവില്ലാവിനോ യാതൊരു ബന്ധവും ഉണ്ടാകും. നിങ്ങളെ ലഗേജ് ആ പറഞ്ഞ ദൂരം ഞങ്ങൾ ഇതാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കിക്കും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. കൊടുക്കുന്നുണ്ടോ?